മാനന്തവാടി പഞ്ചാരക്കുലിയിലെ നരഭോജി കടുവയെ വെടിവെച്ചു കൊല്ലും. കടുവയെ മയക്കുവെടി വെക്കില്ലെന്ന് കൽപ്പറ്റയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ വ്യക്തമാക്കി. പഞ്ചാരക്കുലിയിൽ ആളെ കൊന്ന കടുവയെ നരഭോജി കടുവയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് വീണ്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതേ കടുവ തന്നെ വനംവകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയും പരിക്കുകളേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ഈ സാഹചര്യത്തിൽ ഈ കടുവയെ നരഭോജി കടുവയായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തത്. അങ്ങനെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ അനുയോജ്യമായ സാഹചര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും വെടിവെക്കാനുള്ള ഉത്തരവാണ് അതിലൂടെ ഇപ്പോൾ നമ്മൾ തീരുമാനമാണ് ഈ ഉന്നതതല യോഗം എടുത്തിട്ടുള്ളത്. അതിനിടെ ഇന്ന് രാവിലെയും കടുവയുടെ ആക്രമണം ഉണ്ടായിരുന്നു. രാവിലെ കടുവാ ദൌത്യത്തിനിടെ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ ജയസൂര്യയാണ് കടുവ ആക്രമിച്ചത്. കൈക്ക് പരിക്കേറ്റ വനപാലകനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടുവയ്ക്ക് വെടിയേറ്റിട്ടില്ലെന്ന് മന്ത്രി ഒ.ആർ. കേളു പറഞ്ഞു. അപ്പോൾ വലിയൊരു ഗ്യാങ് തന്നെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോയി സെർച്ച് നടത്തി കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് പുറകിൽ നിന്ന് കടുവിൻ്റെ ഒരു അറ്റാക്ക് ഉണ്ടാവുന്നത്. ജയസൂര്യ എന്ന് പറയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ അത് അടിച്ച് വീഴ്ത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാര്യമായിട്ടുള്ള ഒരു അപകടകരമായിട്ടുള്ള ഒരു പരിക്കൊന്നും ഇപ്പം നിലവിലില്ല. അദ്ദേഹത്തിൻ്റെ കൈത്തണ്ടൻ്റെ ഇവിടെ ഒരു നഖം കൊണ്ടുകയറി എന്നുള്ളതാണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു പരിക്ക് എന്ന് പറയുന്നത്. അപകടത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങളൊന്നും നിലവിലില്ല. അപ്പോൾ കടുവ ഇങ്ങനെ നിന്ന് കിട്ടുന്നില്ല, വെടിവെക്കാനായിട്ട് നിന്ന് കിട്ടുന്നില്ല, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർ കാട്ടിൽ തന്നെയാണ് ഇപ്പോഴും. ഇതിനെങ്ങനെ ലൊക്കാലിറ്റി ചെയ്ത് ഇങ്ങനെ കടുവേനെ പിടിക്കാനുള്ള ഒരു വലിയ ശ്രമവും ഈ നിമിഷവും അവർ കാട്ടിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കടുവയ്ക്ക് വെടിയേറ്റിട്ടില്ല. കടുവയ്ക്കുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. തിരച്ചിലിനായി കുങ്കിയാനകളായ വിക്രമിനെയും കോന്നി സുരേന്ദ്രനെയും ദൌത്യമേഖലയിൽ എത്തിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്തും ഒപ്പം അഭിജിത്ത് മുഴക്കുന്നും ചേരുന്നുണ്ട്. ആദ്യം സുർജിത്തിലേക്കാണ്. സുർജിത്ത്, ഇന്നുണ്ടായ ആക്രമണം ഫോറസ്റ്റ് ഓഫീസർക്ക് നേരെ ഉണ്ടായ ആക്രമണം ആശങ്ക ഏറ്റുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ കടുവയെ ഇതുവരെ 2 ദിവസം കഴിഞ്ഞിട്ടും ആക്രമണം ഉണ്ടായി 2 ദിവസം കഴിഞ്ഞിട്ടും പിടികൂടാനാകാത്തത്? ഇത് സമയമെടുക്കുന്ന ദൗത്യമാണ് കീർത്തന. കടുവയാണ്, സ്വാഭാവികമായും അതിനൊരു സമയം ഉണ്ടാകും. എന്തായാലും അത് എളുപ്പമായ ഒന്നല്ല. വനംവകുപ്പുകാർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു അവസ്ഥ എന്തായാലും വനംവകുപ്പുകാർ അവർക്ക് ആവുന്ന രീതിയിൽ കടുവയെ തിരയുന്നുണ്ട്, പലയിടങ്ങളും കണ്ടെത്തുന്നുണ്ട്. ഇതിനിടയിലാണ് ഇന്നൊരു RRT അംഗത്തിന് കടുവയെ ആക്രമിച്ച് പരിക്കേൽക്കുന്ന അവസ്ഥയുണ്ടായത്. ഒരു ആനയോ മറ്റോ അല്ല, കടുവയാണ്. ഇവിടുത്തെ ഭൂമിശാസ്ത്രം അങ്ങനെയാണ്. അതായത് ഇടതൂർന്ന വനമാണ്. സ്വാഭാവികമായും അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ, പ്രതിബന്ധങ്ങൾ വനംവകുപ്പിനെ സംബന്ധിച്ചുണ്ട്.